ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷം ഒരു കുക്കിംഗ് വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. മാങ്ങയും ചക്കക്കുരും ഇട്ട് ഒരു ഉണക്ക ചെമ്മീൻ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ തക്കാളി, മാങ്ങ, പച്ചമുളക്, സവാള, ചക്കക്കുരും, കരിവേപ്പില, തേങ്ങ അരിച്ചത്, പിന്നെ ഉണക്ക. ഞങ്ങൾ സ്റ്റൗ ഓണാക്കി ചട്ടി വെച്ച് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകാം കേട്ടോ. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിന്. ഇനി നമ്മൾക്ക് ആദ്യം നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. സവാള അങ്ങനെ മുഴുവനായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലോട്ട് ഇനി ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിലോട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് എല്ലാ സ്ഥലത്തും പടരട്ടെ. ഇനി നമുക്ക് അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്റ്റവ് കുറച്ച് സ്ലോ ആക്കി എടുക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലോട്ട് ഇനി നമുക്ക് ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് കളറിൽ കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് തേങ്ങ അരിച്ചത് വെച്ചെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കത് നല്ല മിക്സാക്കി എടുത്തിന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. അതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ല രസത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നല്ലോണം തളിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഉണക്കച്ചെമ്മീനും മാങ്ങയും ചക്കക്കുരു ഇട്ട കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും കരിവേപ്പിലും ഒന്ന് വറുത്ത് നമ്മൾ അതൊക്കെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി നല്ല മൂത്ത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉണക്ക ചെമ്മീനും ചക്ക
ചക്കക്കുരു മാങ്ങ ഇട്ട കറി റെഡി.